ഓണത്താരോ മോഹച്ചേരായാടുന്നേ, മാവേലിക്കായി നാടും വീടും കാക്കുന്നേ. ഓണം തിരുവോണം മേളം വേണം, മണിവില്ലിൻ താളം മാവേലി തമ്പ്രാനെത്തുന്നേ. നാണം ചെറുതുമ്പപ്പൂവിൽ ഈണം, കളിയൂഞ്ഞാൽ പാട്ടിൽ പൂഞ്ചിങ്ങം പൊന്നിൽ മൂടുന്നേ. പൂക്കൂടയായി നീ വന്നുവോ മാനത്ത് പൊന്നമ്പിളി, വരൂ ഈറൻവെയിൽ പെൺകോടി. മനവും മലരും ഇനി അത്തമോടു 10 നാളിലുണരും. ഓണം തിരുവോണം മേളം വേണം, മണിവില്ലിൻ താളം മാവേലി തമ്പ്രാനെത്തുന്നേ. നാണം ചെറുതുമ്പപ്പൂവിൽ ഈണം, കളിയൂഞ്ഞാൽ പാട്ടിൽ പൂഞ്ചിങ്ങം പൊന്നിൽ മൂടുന്നേ. ചെണ്ടമേളക്കൊട്ടി കളിയാണ്, മുല്ലപ്പൂവും ചൂടി വരവാണ്, സദ്യ കൂട്ടങ്ങൾ ഒരുങ്ങാണ്, വന്നാട്ട് തിന്നാട്ട് ഒരുമിച്ച് നിന്നാട്ട്. ചെണ്ടമേളക്കൊട്ടി കളിയാണ്, മുല്ലപ്പൂവും ചൂടി വരവാണ്, സദ്യ കൂട്ടങ്ങൾ ഒരുങ്ങാണ്, വന്നാട്ട് തിന്നാട്ട് ഒരുമിച്ച് നിന്നാട്ടെ. ഓണപ്പുടവയുടുത്തില്ലേ, ഊഞ്ഞാലാടണ്ടേ ഓലപ്പുടവേണ്ടേ, ചാന്തും വച്ചില്ലേ ചാഞ്ചക്കം കളിയാടണ്ടേ, ചെമ്മേ ചെമ്പട്ടിയും ചേലിലാവണ്ടേ. നിറത്തോണ്ട് വെളമണ കണ്ട പച്ചടി കിച്ചടി പായസം, ചാമഞ്ഞിട്ട് ഒരുങ്ങിട്ട് ഇടിവെട്ട് കളറിട്ട് എത്തനിക്ക് സാരിയും സൽവാറും, ഉണ്ടെടുത്തോണ്ടെന്ന് വായിങ് പവറായി അടിമുടി കത്തിക്കാൻ റെഡിയാവാ. തലമുറ ഇല്ലാത്ത കൂടണ വൈവായി എല്ലാരും ഓണം എത്തിക്ക് സദ്യ കൂട്ടിന് ഒരു പിടി ചോറങ്ങ് കൊണ്ട, അച്ചാറ് പുളിയ തോരന് വിളമ്പ പുളിശ്ശേരി ഉപ്പേരി വിളമ്പിട്ട് കൊടുക്ക. കത്തിക്ക് ഓണം എത്തിക്ക് സദ്യ കൂട്ടിന് ഒരു പിടി ചോറങ്ങ് കൊണ്ട, അച്ചാറ് പുളിയ തോരന് വിളമ്പ പുളിശ്ശേരി ഉപ്പേരി വിളമ്പിട്ട് കൊടുക്ക. അടിച്ചപ്പ കിക്ക കഴിച്ചപ്പ സെറ്റ, അടിച്ചപ്പ കിക്ക കഴിച്ചപ്പ സെറ്റ, അടിച്ചപ്പ കിക്ക കഴിച്ചപ്പ സെറ്റ, അടിച്ചപ്പ കിക്ക കഴിച്ചപ്പ സെറ്റ. ഓണം വന്നേ തിരുവാതിര കളി ഉണരുന്നേ, മേലെ മാനത്തും മാപ്പും പൂക്കുന്നേ. നേരം ആയില്ലേ മലയാളക്കരയറിയില്ലേ, ആർക്കോ ഇറോദൻ തുടിതാളം കേട്ടന്നെ. പുളിയടി കുറുവടി വെടിയടി ചില്ലടി ചെണ്ട ചേങ്കില ചാഞ്ചാട്ടം, പച്ചടി കിച്ചടി മധുര പച്ചടി കുത്തരി കാളൻ കൊണ്ടാട്ടം. തകിലുകളുലയണ തുടികളിലയണ മനമിത് നിറയണ, ചിരിയത് പടരണ നിറപറ പൊലിയണ നിറയണ ഉണരണ തക 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 തക. പല 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 പഴകണ കഥകൾ, പല നാട്ടിലും പലതരം നിറങ്ങൾ, വന്നോറും നിന്നോറും ഒടുക്കത്തെ കളികൾ, ചെറുതൊന്നോ വയസ്സൊന്നോ ഇല്ലാത്ത കൂട്ടങ്ങൾ, പാട്ടിലും ഉണ്ടെന്റെ തുള്ളണ വരികൾ, പത്ത് പിടിച്ചിരിക്കുമ്പോ തലകിട്ട് പെരുപ്പ്, വടം വലി വലിക്കട വലി വലി വലി, ആഞ്ഞു പിടിക്കട പിടി പിടി പിടി.
Namaskaram and a very warm welcome to all the distinguished guests, friends and families gathered here for the Onam celebrations. Onam is Kerala's grand harvest festival, a time when communities come together to share joy, stories and more fun. Today we honor that spirit with cultural performances and funny games. We are introducing ourselves. My name is Joanna. And I'm Alvi. We have another two more partners and we're welcoming our partners. Good morning all and a warm welcome to everyone as we are going to celebrate Onam, the harvest festival of Kerala. Onam is a celebration of unity. Today we rejoice as one family. Oh, let me introduce myself. I am Melissa Priju. And I'm Gregory Matthew. ഓണം സന്തോഷത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രതീകമായൊരു ദിവസമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അതെ, നിങ്ങളുടെ എല്ലാവരുടെയും മധുരമായ ഓർമ്മകൾ ഉറങ്ങുന്ന മനോഹരമായ ബാല്യകാലത്തേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന ഒരു ആഘോഷമാണ് ഓണം. നിറപറയും പൂക്കളങ്ങളും ഇലയിൽ വിളമ്പിയ സദ്യകളും എല്ലാം വീണ്ടും വീണ്ടും ഓർമ്മിച്ചെടുക്കുന്ന നമുക്ക് കിട്ടിയ ദിവസങ്ങളാണ് ഓണം. കഥകളിലൂടെ നമ്മൾ കേട്ടുവന്ന ആ മഹാബലി തമ്പുരാന്റെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു ജീവിതമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. Now we are going to start our cultural programs with the opening ceremony of the public meeting. So we are calling onto the stage our secretary, Mr. Sunil Matthew, and our Reverend Father, Sijo Abraham Vatotra, our Reverend Father, Sijo Zachariah Mangalathu, and our trustee, Mathukutti P. Thomas, Dr. Sibi Thomas, Sri Kurian Thomas, our Sunday School in charge Renju Matthew, the Vice President of the Kananaya Congress Geeta Monson, our Vanida Samajam Joint Secretary Bindu Sunil, and our Suvisesham Samajam Trustee Liju Thomas, and our Onam Committee member Abraham C.O. Jiju. Okay, first up, welcome സ്പീച്ചിനായി സെക്രട്ടറി സുനിൽ മാത്യുവിനെ ഞാൻ ക്ഷണിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വേദിയിൽ ഉപേക്ഷിക്കുന്ന ഇടവകയുടെ വികാരി റവറൻ ഫാദർ സിജോ എബ്രഹാം വട്ടോത്രച്ചൻ, നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്ന വികാരി റവറൻ ഫാദർ സിജോ ഇടവകയുടെ ട്രസ്റ്റി ശ്രീ മാധകുട്ടിച്ചായൻ, മാനേജിംഗ് കമ്മിറ്റിയെ പ്രതിനിധീകരിച്ചിരിക്കുന്ന ഡിക്കൻ സിബി തോമസ്, അസോസിയേഷൻ മെമ്പർ കുര്യൻ തോമസ്, സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ റെഞ്ചു മാത്യു, ജ്ഞാനായ കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻറ്റ് ഗീത മോഹൻസൺ, വനിതാ സമാജത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ ബിന്ദു സുനിൽ, സുവിശേഷ സമാജം ട്രസ്റ്റി ലിജു തോമസ്, ഓണം കമ്മിറ്റി കോർഡിനേറ്റർ ആയിരിക്കുന്ന എബ്രഹാം സിഒ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഏവരുമേ വളരെയധികം സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ ഒരു 20 വർഷത്തിന് മേളിലായി ഓണാഘോഷം ഇവിടെ നടത്തുന്നു. കാരണം ഒരു പബ്ലിക് മീറ്റിംഗ് കൂടുന്ന സമയത്ത് ഇത്രയും പേരെ ഇവിടെ ഒന്നിച്ച് കാണാറില്ല. ആകെ ഫ്രണ്ട് കസേരയിട്ട് കഴിഞ്ഞാൽ ഒരു 10-15 പേരാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. ഇവിടെ നേരത്തെ കടന്നു വന്ന നിങ്ങളെല്ലാവരോടുള്ള ആദ്യമായിട്ടുള്ളൊരു നന്ദി ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഓണം എന്ന് പറയുന്നത് നമ്മുടെ മുതിർന്നവർക്ക് എന്നും വളരെയധികം ഗൃഹാതുരത്വം നൽകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ചെറുപ്പകാലത്തിൽ, അതായത് 50, 60, 70 കാലഘട്ടത്തിലൊക്കെ ജനിച്ച് നമുക്ക് അറിയാം. നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ രാവിലെ വീട്ടിൽ നിന്ന് ഒരുങ്ങി ഇറങ്ങി പൂ പറിക്കാൻ പോവുകയും അത്തപ്പൂ ഇടുകയും ഊഞ്ഞാലാടുകയും ബഹളം ഉണ്ടാക്കുകയും കളികളും പിന്നെ വീട്ടിൽ വന്ന് സദ്യ ഉണ്ണ വീണ്ടും വൈകിട്ട് കളികളും എല്ലാം നടത്തുന്ന ആ ഒരു കാലം നമ്മൾ എന്നും ഓർക്കുന്നുണ്ട്. അത് ഒരിക്കലും ഈ വന്ന ഒരു കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുകയില്ല. കാരണം ഇന്ന് ഓണം എന്ന് പറയുന്നത് എല്ലാം ഇൻസ്റ്റൻ്റായി എല്ലാം ഇങ്ങനെ ഓഡിറ്റോറിയത്തിലൊക്കെ ചുരുങ്ങിയിരിക്കുന്ന ഒരു സമയമാണിത്. എന്നിരുന്നാലും വർഷങ്ങളായി നമ്മുടെ ഇടവക ഇവിടെ ഓണം ആഘോഷിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, വരുന്ന തലമുറയ്ക്ക് ഈ അന്യം നിന്ന് പോകുന്ന ഒരു നമ്മുടെ സംസ്കാരത്തെ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും, കൂടാതെ അതോടൊപ്പം നമ്മുടെ ഈ ജോലി തിരക്കിനിടയിലും നമ്മുടെ സ്ട്രെസ്സിനിടയിലും
നമ്മുടെ ഇതിലൊരു മാറ്റം വരണം, നമുക്കൊരു റിലാക്സേഷൻ വരണം. നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികൾ നമുക്കെല്ലാം ആസ്വദിക്കണം, അതിനൊരു വേദി ഒരുക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഓണത്തിന് എല്ലാ വർഷവും ഇവിടെ നമ്മൾ കടന്നു വരികയും നമ്മൾ എല്ലാ വർഷവും കൂടാറുമുണ്ട്. ഈ കാലയളവ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു സമ്പൽ സമൃദ്ധമായ വരുന്ന കാലയളവിൽ ഒരു നല്ല ഓണം, ചതിയും ഇല്ലാത്ത ഒരു നല്ല ഓണം നിങ്ങൾക്ക് എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ ഐശ്വര്യ സമ്പൽ സമൃദ്ധിയുടെ ഒരു ഓണം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഇവിടെ സ്വാഗതം പറയാനുള്ളത് നമ്മുടെ വികാരി അച്ഛനാണ്. കഴിഞ്ഞ 2 വർഷക്കാലം ഓണാഘോഷത്തിന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇനി അടുത്ത വർഷം കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ അച്ഛൻ നാട്ടിലായിരിക്കും, പുതിയൊരു അച്ഛനായിരിക്കും ഇവിടെ കടന്നു വരുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലം അച്ഛൻ എല്ലാ കാര്യത്തിലും നമ്മളോട് സഹകരിച്ചു. ഈ പ്രോഗ്രാമിനാണെങ്കിലും വളരെയധികം കമ്മിറ്റികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിലെല്ലാ കാര്യത്തിലും ഒരു മടിയും കൂടാതെ നമ്മൾ പങ്കെടുക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളോടും നമ്മളോട് സഹകരിക്കുന്ന ഇടവകയുടെ വികാരി അച്ഛനെ ഹാർദവമായി ഇവിടേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ഇന്നത്തെ ചീഫ് ഗസ്റ്റായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്കൊക്കെ അറിയാം, ദുബായ് പള്ളിയിലെ പുതിയ വികാരി അച്ഛനാണ്. അതും ഒരു സിജോ അച്ഛനാണ്. റവറൻ ഫാദർ സിജോ സക്കറിയാണ്. നമ്മുടെ ഇടവാംഗമായിരിക്കുന്ന സോനു മംഗലത്തിൻ്റെ ബ്രദറാണ്. അച്ഛൻ ആദ്യമായിട്ടാണ് ഈ ഇടവയിലേക്ക് കടന്നു വരുന്നതും അതും ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് വരാൻ പറ്റിയതിൽ സന്തോഷം അറിയിക്കുന്നു. അച്ഛനെ ഈ അബുദാബി ജ്ഞാനായ പള്ളിയിലേക്കും ഈ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഈ ഓണം ഫെസ്റ്റിലേക്കും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇടവകയുടെ ട്രസ്റ്റി, എൻ്റെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ മാത്തുക്കുട്ടിച്ചാൻ, എല്ലാ കാര്യങ്ങളിലും ഏറ്റവും ചുറുചുറുക്കോടുകൂടി മുന്നിൽ നിന്ന് ഇടവകയെ നയിക്കുന്ന ശ്രീ മാത്തുക്കുട്ടിച്ചാനെ ഞാൻ ഈ ഓണത്തിൻ്റെ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഡീക്കൻ സിബി തോമസ് ഇടവകയുടെ മാനേജിംഗ് കമ്മിറ്റിയെ പ്രതിനിധീകരിച്ച് ആശംസ അറിയിക്കുന്നതാണ്. നമുക്ക് നല്ല മലയാളത്തിൽ നല്ലൊരു പ്രസംഗം പ്രതീക്ഷിച്ചുകൊണ്ട് ഡീക്കൻ സിബി തോമസിനെയും ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അസോസിയേഷൻ മെമ്പറായിരിക്കുന്ന ശ്രീ കുര്യൻ തോമസ് ബിച്ചാനെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തോളൂ. ഞാനൊരു അസോസിയേഷൻ മെമ്പറാണ്. എൻ്റെ പേരിലുള്ള ആശംസകൾ ബിച്ചാൻ അറിയിക്കും. ജോയിയുണ്ട്, ജോയിയുടെ പേരിലുള്ള ആശംസകൾ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ പ്രസ്ഥാനമായ സൺഡേ സ്കൂള്, ഏറ്റവും ആത്മീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് സൺഡേ സ്കൂളാണ്. സൺഡേ സ്കൂളിന് മുന്നിൽ നിന്ന് നയിക്കുന്ന ശ്രീ ജോയിയുടെ സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരിക്കുന്ന ശ്രീ രഞ്ജു മാത്യുവിനെ ഈ ഓണാഘോഷ കമ്മിറ്റിയുടെ പേരിലും ഈ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തായിട്ട് നമ്മുടെ ഇടവകയിലെ എല്ലാ പ്രോഗ്രാമുകളും നേതൃത്വം നൽകി ക്രമീകരിക്കുന്നത് ജ്ഞാനായ കോൺഗ്രസ് ആണ്. ജ്ഞാനായ കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് യുവത്വത്തിൻ്റെ യുവത്വമായ ഗീതാ മോൻസിനെ കുറച്ച് നാളുകൾക്ക് മുമ്പ് എല്ലാ പ്രോഗ്രാമിനും ഗീതയായിരുന്നു കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നു, പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നു. ഒരു കാലങ്ങൾക്ക് ശേഷമാണ് ഗീത വീണ്ടും ഒരു സ്റ്റേജിലേക്ക് കടന്നു വന്ന് ഇരിക്കുന്നത്. ജ്ഞാനായ കോൺഗ്രസിൻ്റെ അഭിമാനവും യുവത്വത്തിൻ്റെ യുവത്വവും ചുറുചുറുക്കുമായ ഗീതാ മോൻസിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ അടുത്തതായിട്ട് വനിതാ സമാജത്തിനെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് ബിന്ദു സുനിലാണ്. എല്ലാവരും എന്നെ നോക്കുന്നു, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. വനിതാ സമാജത്തിൻ്റെ പേരിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ ബിന്ദുവിനെ ഹാർദവമായി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തപോലെ ആത്മീയ പ്രസ്ഥാനമായ നമ്മുടെ സുവിശേഷ സമാജത്തിനെ പ്രതിനിധീകരിച്ച് ആശംസകൾ അറിയിക്കുന്ന ശ്രീ ലിജു തോമസാണ്, ട്രസ്റ്റിയാണ്. ലിജുവിനെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടെ തന്നെ ഈ പ്രോഗ്രാം ഇത്രയും മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ കോർഡിനേഷൻ കമ്മിറ്റിയാണ്. അതിൻ്റെ കമ്മിറ്റിയിൽ നിന്ന് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ആശംസ അറിയിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഞങ്ങളുടെ ജീച്ചാനാണ്, ഏബ്രാം സിഒയെ ഞങ്ങൾ ഹാർദവമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് ഉണ്ട്. ആ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സിനെയും ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ അവരെല്ലാം ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് നമുക്ക് സ്പോൺസർഷിപ്പ് നൽകിയിരിക്കുന്നത് ഇടുക്കി ഗോൾഡാണ്. ഇന്നത്തെ ഫുഡും നമുക്ക് ക്രമീകരിച്ചിരിക്കുന്നത് ഇടുക്കി ഗോൾഡിൽ നിന്നാണ്. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഇടവകയിൽ നിന്ന് സ്പോൺസർഷിപ്പ് നൽകിയ ശ്രീ കുര്യൻ തോമസ് പടിഞ്ഞാറക്കുറ്റ്, അല്ലമീൻ പ്രിൻറ്റിംഗ് പ്രസ്, ബ്ലാക്ക് ടോപ്പ് ട്രാൻസ്പോർട്ടിംഗ് അനീഷ് നൊച്ചുമണ്ണിൽ, റൈറ്റ് വേ ജനറൽ ട്രാൻസ്പോർട്ട് സുനിൽ മാത്യു, അതോടൊപ്പം ഹീര ടൈപ്പിംഗ് സെൻറ്റർ, ഇവരോടുള്ള എല്ലാവരുടെയും നന്ദി അറിയിക്കുകയും അവരെ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ചെറുതും വലുതുമായി ഈ യോഗത്തിന് വേണ്ടി ഏതെല്ലാം രീതിയിൽ സഹകരിക്കുന്നു അവരെ എല്ലാവരെയും ഈ യോഗത്തിൽ ഇവിടെ വന്നിരിക്കുന്നവരെയും കടന്നു വരാനിരിക്കുന്നവരും നിരവധി പേര് വരുന്നുണ്ട്. പാർക്കിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്.
താമസിച്ചാണെങ്കിലും കടന്നു വരുന്ന എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയും വീണ്ടും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ല ഒരു രോഗപീഠകളില്ലാത്ത നല്ലൊരു കാലം, ചതവും ചന്തനയില്ലാത്ത നല്ലൊരു കാലം നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി ഓണാശംസകൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് പ്രസിഡൻഷ്യൽ അഡ്രസ്സിന് റെവറൻഡ് ഫാദർ സിജോ എബ്രഹാം വട്ടോദരെ ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. എത്രയും ആദരണീയനായിരിക്കുന്ന ദുബായ് സെൻറ്റ് ജോർജ് ജ്ഞാനായപ്പള്ളി വികാരിയായിരിക്കുന്ന മംഗലത്ത് സിജോ സക്കറിയ അച്ഛൻ, ഇടവകയുടെ സെക്രട്ടറി സുനിൽ മാത്യു, ട്രസ്റ്റി പടിഞ്ഞാറേക്കുറ്റ മാത്തുക്കുട്ടി പി തോമസ്, ഡീക്കൻ സിബി തോമസ്, കുര്യൻ തോമസ്, രഞ്ജു മാത്യു, ഗീത മോൺസൺ, ബിന്ദു സുനിൽ, ലിജു തോമസ്, പ്രോഗ്രാം കോർഡിനേറ്റർ ആയിരിക്കുന്നതായ ചേമ്പിലേട്ട് ജിജു, കമ്മിറ്റി അംഗങ്ങൾ, വനിതാ സമാജ അംഗങ്ങൾ, മറ്റ് ആത്മീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഏവരുമേ, കടന്നു വന്നിരിക്കുന്നതായ വിശ്വാസികളുടെ സമൂഹമേ, ഓണം നാം ആഘോഷിക്കുന്നത് ഒരു കാലത്തുണ്ടായിരുന്നതായ അസുരൻ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു രാജാവ്, അസുരന്മാർ പൊതുവെ പ്രവർത്തനത്തിൽ വളരെ ദുഷ്ടരും മറ്റുമായി കാണപ്പെടുന്ന കാലഘട്ടത്തിൽ അസുരവംശ രാജാവ് നീതിമാനായി നല്ലത് പ്രവർത്തിക്കുമ്പോൾ അത് വളരെയേറെ ജനത്തിന് ഗുണം ചെയ്യുകയും കള്ളവുമില്ല, ചതിയുമില്ല, പട്ടിണിയില്ല, പാപങ്ങളില്ലാത്തതായ ഒരു സ്വർഗീയമായ ഒരു അനുഭവമായിരുന്നു. സന്തോഷത്തിൻ്റെ വലിയൊരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടമെന്ന് പറയുന്നത്. ഇന്നും നാം ഓണം ആഘോഷിക്കുന്നതായ വേളകളിൽ എല്ലാ പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളുമൊക്കെ വളരെ സന്തോഷത്തോടു കൂടി അവർ ആഗ്രഹിക്കുന്നതായ, അവർ വളരെ ചിന്തിച്ചു വച്ചിരിക്കുന്നതായ വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട്, വേണമെങ്കിൽ ഒരുപക്ഷെ നമ്മൾ അടുത്ത വർഷത്തെ ഓണത്തിൽ എന്ത് ധരിക്കണമെന്ന് ഇപ്പോഴേ ചിന്തിക്കുവാനായിട്ട് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ പലവിധമായ കൂട്ടായ്മകളൊക്കെ കൂടി, അതുപോലെ പ്രോഗ്രാമുകളൊക്കെ നടത്തുന്നതിന് വളരെ തിരക്കിൻ്റെ മധ്യത്തിലും നമ്മൾ ഒരുമിച്ച് കൂടി പ്രാക്ടീസൊക്കെ നടത്തി അവിടെ ഒരു സന്തോഷമൊക്കെ പങ്കിട്ട് ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഇടവകയുടെ കൂട്ടായ്മ ഓരോ ഓണാഘോഷ പരിപാടികളും നടത്തുന്നതായ വേളകളിൽ വർദ്ധിച്ച് വരികയാണ്. മാവേലി തമ്പുരാൻ്റെ സ്മരണയിലുള്ളതായ ഓണാഘോഷ പരിപാടികൾ നാം ഓരോ വർഷവും കൊണ്ടാടുമ്പോൾ നമ്മുടെ ഇടയിലുള്ളതായ സ്നേഹത്തിൻ്റെ ആഴം വളരെ വർദ്ധിച്ചു വരുന്നത് ദൈവതിരുനാമത്തിൽ ഒത്തിരി സന്തോഷമുളവാക്കുന്നതായ സംഗതിയാണ്. ഈ സന്തോഷ കൂട്ടായ്മ ഇവിടെ കൂടുന്നതിന് വേണ്ടി പ്രവർത്തിച്ചത് അനേകം പേരാകുന്നു. അവരെയൊക്കെ പ്രത്യേകമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി യോഗങ്ങൾ കൂടുകയും ഒത്തിരി ചെറുതും വലുതുമായി ഒത്തിരി ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തവരെയൊക്കെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഓണാഘോഷ പരിപാടികളൊക്കെയും ഇനി മുൻപോട്ട് ഒത്തിരി നടക്കേണ്ടതുണ്ട്. എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ഇനി അടുത്ത് നമ്മളുടെ ഇനോഗ്രേഷൻ ആയത് നമ്മളുടെ കോർഡിനേറ്റേഴ്സ് ആയ അനീഷ് മേച്ചേരിയൽ തോമസ്, അനീഷ് എബ്രഹാം നെച്ചുമണ്ണിൽ, അരുൺ ജേക്കബ് ആൻഡ് ഷിജു പുന്നൂസിനെ സ്റ്റേജിലോട്ട് വിളിക്കുന്നു. ഇനോഗ്രേഷന് മുമ്പ് നമ്മുടെ അച്ഛൻ റെവറൻഡ് ഫാദർ സിജോ സ്കറിയ മംഗലത്ത് സ്പീച്ചിനായിട്ട് ക്ഷണിക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇത്രയും ബഹുമാനപ്പെട്ട സിജോ വട്ടോത്രയച്ചൻ, ബുദ്ധാവി പള്ളിയുടെ സെക്രട്ടറി സുനിൽ മാത്യു, ട്രസ്റ്റി മാത്തുക്കുട്ടി പി തോമസ്, ഇത്രയും ബഹുമാനപ്പെട്ട ഷമാശൻ, മറ്റ് വേദിയിലിരിക്കുന്ന ദേവാലയത്തിൻ്റെ വ്യത്യസ്ത ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നതായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഓണം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷം നൽകുന്ന, സ്നേഹം നൽകുന്ന, ഒരു കൂട്ടായ്മയുടെ അനുഭവം നൽകുന്ന ആഘോഷമാണ്.
നമുക്കറിയാം, നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ ആഘോഷങ്ങൾ പരസ്പരം സന്തോഷിക്കുവാനും ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിലൂടെ മുന്നോട്ട് പോകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഓരോ ആഘോഷങ്ങളും ക്രമീകരിക്കപ്പെടുക. വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ 1 തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്: നിങ്ങളെപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ. ഇതാണ് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ തിരുവിഷ്ടം. അതിലാദ്യം പറയുന്നത് നിങ്ങളെപ്പോഴും സന്തോഷിപ്പിൻ എന്നാണ്. ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിത്വവും ഇല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്രകാരം പരസ്പരം സന്തോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ ആഘോഷങ്ങളും ക്രമീകരിക്കപ്പെടുക. അത് മതപരമായ ആഘോഷങ്ങളാണെങ്കിലും സാമൂഹിക സാംസ്കാരികമായിരിക്കുന്ന ആഘോഷങ്ങളാണെങ്കിലും ഏതാഘോഷത്തിൻ്റെയും പിന്നിലെ ലക്ഷ്യമെന്ന് പറയുന്നത് പരസ്പരം സന്തോഷിക്കുക എന്നുള്ളതാണ്. ഇവിടെ നാം ഓണം എല്ലാ വർഷവും ആഘോഷിക്കപ്പെടുമ്പോഴും അതിൻ്റെ പിന്നിലെ ഐതിഹ്യത്തിലൂടെയും അല്ലെങ്കിൽ അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലൂടെയും ഒക്കെ നാം കണ്ണോടിക്കുമ്പോഴും അതിൻ്റെ എല്ലാം പരമപ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത് പരസ്പരം സന്തോഷിക്കുക എന്നുള്ളതാണ്. കായിക പ്രോഗ്രാമിലൂടെയും കൂട്ടായ്മയുടെ അനുഭവത്തിലൂടെയും ആ ഒരു സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ അനുഭവം ഓരോ ആഘോഷങ്ങളിലൂടെയും നമുക്ക് അനുഭവിക്കുവാൻ തക്കവണ്ണമായിട്ട് ഇടയായി തീരണം. ഓണത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ മാവേലി നാട് ഭരിച്ചതായ കാലഘട്ടത്തെ നാം എപ്പോഴും ഓർക്കാറുണ്ട്. മാവേലിയുടെ ഭരണകാലം എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും കാലഘട്ടമായിരുന്നു. എല്ലാവരും പരസ്പരം സ്നേഹിച്ച് സഹകരിച്ച് ഒത്തൊരുമയുടെ അനുഭവത്തിലൂടെ മുന്നോട്ട് പോകുന്നതായ ഒരു സാഹചര്യം ഇന്നും നാം ഓണത്തെക്കുറിച്ച് ഓർക്കുമ്പോഴും ആ ഓണത്തെ നാം ആഘോഷിക്കപ്പെടുമ്പോഴും മാവേലി വിഭാവനം ചെയ്തതായ ആ കള്ളവും ചതിയുമില്ലാത്ത ഒരു ജീവിത സംസ്കാരത്തിലേക്ക് നമുക്കും കടന്നു ചെല്ലുവാനായിട്ട് നമുക്കും സാധിക്കണം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യവും അതുതന്നെയാണ്. കർത്താവായ യേശു തമ്പുരാനും തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് പകർന്നു നൽകുന്ന സന്ദേശം ഇപ്രകാരമാണ്: നിങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവത്തോട് കൂടെ ജീവിച്ച സന്തോഷവും സമാധാനവും അനുഭവിച്ച് മുന്നേറുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിന് ഈ ഓരോ ആഘോഷങ്ങളും നമുക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും അബുദാബി പള്ളിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നതായ ഈ ഓണാഘോഷ പരിപാടികൾക്ക് എല്ലാവിധ ദൈവികമായ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഇതുപോലെയുള്ളതായ ആഘോഷങ്ങളിലൂടെ ദേവാലയത്തിലെ ഓരോ അംഗങ്ങളും പരസ്പരം സ്നേഹിച്ച് ആ ഒരു വലിയ കൂട്ടായ്മയുടെ അനുഭവത്തിലൂടെ ഈ ദേവാലയം മുന്നോട്ട് ഓരോ ദിനവും സമൃദ്ധമായിട്ട് വളരുവാൻ തക്കവണ്ണമായിട്ട് ഇടയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തതായിട്ട് നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടുകൂടെ പ്രഖ്യാപിക്കുകയും ചെയ്ത് വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. Thank you, Acha. Now for the inauguration and lighting, I call the coordinators of the program, Anish Mecheril Thomas, Anish Abraham Nechumanil, Arun Jacob and Shiju Ponus.
അടുത്ത ഫെസിലിറ്റേഷൻ സ്പീച്ചിനായി മാനേജിംഗ് കമ്മിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന മിസ്റ്റർ ഡീക്കൻ CB തോമസിനെ ഞാൻ വെൽക്കം ചെയ്യുന്നു. യഥാക്രമം നമ്മുടെ ദേവാലയത്തിൻ്റെ വികാരിയും യോഗാധ്യക്ഷനും ഇന്നത്തെ ചീഫ് ഗസ്റ്റുമായിരിക്കുന്ന 2 സിജോ അച്ഛന്മാർ, നമ്മുടെ ദേവാലയത്തിൻ്റെ ഊർജ്ജസ്വലരായ, അതിലുപരി ദേവാലയത്തിൻ്റെ നെടുംതൂണുകളിൽ പ്രധാന തൂണുകളായിരിക്കുന്ന പ്രിയപ്പെട്ട ട്രസ്റ്റി സെക്രട്ടറി സുല്ലച്ചായനും മാത്തുക്കുട്ടിച്ചായനും, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഭക്ത ഇതര സംഘടനകളുടെ വിവിധ പ്രതിനിധികളെ, ആദരണീയരായ മാതാപിതാക്കന്മാരെ, സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, നാം ഇന്ന് ഓണത്തെ പ്രതിയാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ഓണം എന്നത് മലയാളികളുടെ ഒരു ദേശീയ ഉത്സവമാണ്. ഇന്നത് മലയാളികളുടെ ദേശീയ ഉത്സവം എന്നതിലുപരി ലോകത്തിൻ്റെ മുഴുവനും ഒരു ഉത്സവമായി പരിണമിച്ചിരിക്കുന്നു. കാരണം മലയാളികൾ എല്ലായിടത്തും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുന്നു. അവരെവിടെയൊക്കെ ആയിരിക്കുന്നുവോ അവിടെയെല്ലാം ഓണം തങ്ങളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ, ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ അവരാഘോഷിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ചിങ്ങമാസം കഴിഞ്ഞിട്ടിപ്പോൾ പല മാസങ്ങളായിരിക്കുന്നു. എന്നാലും നമുക്ക് നമ്മുടെ ആ സ്വത്വത്തെ മാറ്റിക്കളയുവാനായിട്ട് താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്നും ചിങ്ങമാസം കഴിഞ്ഞിട്ടും നമ്മൾ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. നാട്ടിൽ തുലാമഴ തകർത്ത് പെയ്തുകൊണ്ടുമിരിക്കുന്നു. കുട്ടികൾ അല്പം ഒരു സംസാരം കുറച്ചാൽ നന്നായിരിക്കും. പ്ലീസ് ബി ക്വയറ്റ് ബോയ്സ് ആൻഡ് ഗേൾസ്. അപ്പോൾ മലയാളികളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിരിക്കുന്ന, ഒഴിച്ചുകൂടാനാവാത്ത ഒരു ആഘോഷമാണ് ഓണമെന്നത്. നമ്മൾ ക്നാനായക്കാരാണ്. നമ്മുടെ ചീഫ് ഗസ്റ്റായിരിക്കുന്ന അച്ഛനും വികാരി അച്ഛനും ഓണം എന്താണ്, ഓണത്തിൻ്റെ ചരിത്രം എന്താണ് എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഒരു പുതിയ അറിവ് കൂടെ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. ഞാനൊരു ചരിത്ര അധ്യാപകനാണ്. അതുകൊണ്ട് ഓണത്തിൻ്റെ ഒരു ചരിത്രം നമുക്കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ക്നാനായക്കാരും ഓണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ചരിത്ര പണ്ഡിതനായ NV കൃഷ്ണവാര്യരുടെ, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെയുള്ള പല ചരിത്രകാരന്മാരുടെയും ഗവേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്, ഓണം എന്നുള്ളത് ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ ദക്ഷിണ കേരളത്തിൽ ഉരുത്തിരിഞ്ഞ ഒരു പ്രത്യേക പ്രതിഭാവിലാസമല്ല എന്നാണ്. ബഹുമാനയുടെ വികാരച്ചൻ പറഞ്ഞു മഹാബലി എന്നതൊരു അസുര രാജാവായിരുന്നു. അപ്പോൾ എങ്ങനെ ഇത് ജ്ഞാനായക്കാരുമായിട്ട് ബന്ധപ്പെടുത്താമെന്ന് നമുക്കൊന്ന് ആലോചിക്കാം. നിങ്ങൾ പഴയ നിയമത്തിൽ കണ്ടിട്ടുണ്ട് അശൂർ രാജവംശത്തെ പറ്റിയിട്ട്. അല്ലെങ്കിൽ ഈ അശൂർ രാജവംശം എന്ന് പറയുന്നത് BC 6-7 നൂറ്റാണ്ടുകളിൽ അസീറിയ ഭരിച്ച രാജവംശമാണ്. എവിടെയാണ് അസീറിയ നിങ്ങൾക്കറിയാം? അസീറിയ എവിടെയാണെന്നറിയാമോ? ഇന്നത്തെ നമ്മുടെ സിറിയ, ഇറാഖ്, ആ പ്രദേശം ഉൾപ്പെടുന്ന ഒരു പ്രദേശമായിരുന്നു അസീറിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അസീറിയയിലെ അവസാനത്തെ പ്രമുഖനായ ഒരു രാജാവായിരുന്നു അശൂർ ബെനിപാൽ. അതാണ് അദ്ദേഹത്തിൻ്റെ പേര്, അശൂർ ബെനിപാൽ എന്ന ഈ രാജാവ്. അദ്ദേഹം BC 669 മുതൽ 631 വരെ രാജ്യം ഭരിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ രാജവംശത്തിൻ്റെ പേര് ബലി എന്ന ശബ്ദത്തിൽ തുടങ്ങുന്ന ഒരു രാജവംശമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ നിന്നാണ് നമ്മൾക്ക് മനസ്സിലായി അശൂർ രാജവംശമാണ് അസുര രാജവംശമായിട്ട് പിന്നീട് കണക്കാക്കപ്പെട്ടത്. അസുരന്മാർ എന്ന പേര് ഈ അശൂർ രാജവംശത്തിൽ നിന്ന് വന്നതാണ്. പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് പറയുന്നത്. ഇതൊന്നും സത്യത്തിൽ ശാസ്ത്രീയമായ തെളിവുകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു സംജ്ഞ ഇതാണ്: ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു രാജാവിൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ ഇത് സോഷ്യലിസത്തിൻ്റെ, പ്രാകൃത സോഷ്യലിസം, സമത്വവും സാഹോദര്യവും. നമുക്കറിയാം, നമ്മൾ ആ പാട്ടിൽ പാടുന്നുണ്ട്,
മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. അപ്പോൾ അവിടെ സമത്വം നിലനിൽക്കുന്നു, ആമോദം നിലനിൽക്കുന്നു. പിന്നെന്താണ്? ആപത്തങ്ങാർക്ക് മുട്ടയിലെ ദാനം. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു സമൂഹം വളരെ ശ്രേഷ്ഠമായൊരു നിലയിലെത്തി എന്ന് നമുക്ക് വിചാരിക്കാം. അവിടെ ശത്രുക്കളില്ല, ജനങ്ങളെല്ലാം പരസ്പരം സഹകരിച്ച് ജീവിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കഥ ഈ പ്രദേശത്ത് നിലവിലുണ്ടായിരിക്കുകയും ആ പ്രദേശത്ത് നിന്ന് പിന്നീട് പല ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറുകയും ചെയ്തു. നിനവയിൽ നടത്തിയ ഒരു പുരാവസ്തു ഖനനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിരിക്കുന്ന ഈ തെളിവുകളാണിത്. നിനവെ നമുക്കറിയാം, ഈ ജ്ഞാനായക്കാർ പുറപ്പെട്ടു വന്ന പ്രദേശങ്ങളിൽപ്പെട്ട ഒന്നാണ്. ബാഗ്ദാദ് MGS നാരായണൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്, ശ്രീധരമേനോൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, ബാഗ്ദാദ്, നിനവെ, ജെറുസലേം എന്നീ പ്രദേശങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് ഈ സുറിയാനി കുടിയേറ്റം നടന്നതെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എങ്ങനെ ഓണവും ജ്ഞാനായക്കാരും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആദിയിൽ ഉദയം ചെയ്ത് പൊലിഞ്ഞു പോയ പൊന്നോണത്തിൻ്റെ ചരിത്രം അങ്ങനെയാണ് വൈലോപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധമായ ഓണാശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഡീക്കൻ സിബി തോമസ്. ഇനി അടുത്തതായിട്ട് നമ്മുടെ അസോസിയേഷൻ മെമ്പറായ ശ്രീ കുര്യൻ തോമസിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ഇടവകാരി സിജോ അച്ഛൻ, നമ്മൾ ക്ഷണിക്കപ്പെട്ട അതിഥി ദുബൈ പള്ളി വികാരി അച്ഛൻ സിജോ മംഗലത്ത്, ട്രസ്റ്റി സെക്രട്ടറി, മറ്റ് ഭക്തസംഘടനകൾ, ഇവിടെ കൂടി വന്നിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരന്മാർ, കുഞ്ഞു മക്കൾക്ക് ഞാൻ വലിയൊരു പ്രസംഗത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഇതിനു മുമ്പ് സുനിലും അച്ഛനും ചെമ്മാച്ചനും എല്ലാം വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം ആശംസകൾ അറിയിക്കുക എന്നുള്ളതാണ്. അസോസിയേഷൻ്റെ പേരിൽ ഞങ്ങൾ 3 ഭാരവാഹികളാണ് ഇവിടുന്ന് അസോസിയേഷനിലുള്ളത്. ഒന്ന് ജോയി അട്ടിയിൽ, ഒന്ന് സുനിൽ കൂടത്തിൽ, ഒന്ന് ഞാൻ. അപ്പോൾ ഈ അസോസിയേഷൻ്റെ പേരിൽ, ഈ പള്ളിയിൽ നിന്നുള്ള ഈ അസോസിയേഷൻ്റെ പേരിൽ നിന്നുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ നേർന്നുകൊണ്ടും ഈ പരിപാടി എല്ലാവരും നല്ല രീതിയിൽ ഹൃദയം സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും ഇട നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു ശ്രീ കുര്യൻ തോമസ്. അടുത്തതായിട്ട് നമ്മുടെ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററായ രഞ്ജു മാത്യുവിനെ ക്ഷണിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമ്മുടെ വികാരി അച്ഛൻ ഫാദർ ശ്രീജോ എബ്രഹാം വട്ടത്തുറ, ദുബായ് വികാരി അച്ഛൻ ഫാദർ ശ്രീജോ സക്കറിയ മംഗലത്ത്, പള്ളിയുടെ സെക്രട്ടറി, ട്രസ്റ്റി, വേദിയിലിരിക്കുന്ന മറ്റ് ചുമതല വഹിക്കുന്ന എല്ലാവരോടും ഒറ്റക്കാര്യം മാത്രം ഞാൻ പറയുന്നു. ഇന്ന് പ്രോഗ്രാം അവതരിപ്പിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളോടും പറയുന്നു, ദൈവം തന്ന ഈ ജീവിതത്തിൽ ദൈവം തന്ന എല്ലാ അനുഗ്രഹത്തെ ഓർത്ത് നിങ്ങൾ ഏത് പ്രോഗ്രാം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏത് പ്രോഗ്രാം ചെയ്യാൻ മുന്നോട്ട് വരുമ്പോഴും ആദ്യമായി തന്നെ ദൈവത്തോട് നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ഓരോന്നും ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുക. കാരണം ദൈവം തന്നതല്ലാതെ നമുക്ക് ഒന്നുമില്ല. അപ്പം അനേകം പേരുണ്ട്, അനേകം കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ പ്രോഗ്രാം ചെയ്യാതെ ഇരിക്കുന്നത്. അപ്പം അവരോടും ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇപ്പം ദൈവം പലർക്കും പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ ടാലൻറ്റ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത് വേറെ എന്തെങ്കിലും കാര്യത്തിലായിരിക്കും. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരോട് വിശ്വസ്തത കാണിക്കുവാനാണ്. ഈ ഓണപരിപാടിയിൽ എല്ലാവരും പറഞ്ഞു, മാവേലിയെ പറ്റി പറയുമ്പോൾ കള്ളവും ഇല്ല, ചതിയുമില്ല. നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കും. ഇഫ് യു ആർ ട്രസ്റ്റഡ് വിത്ത് സ്മോൾ തിങ്സ് ക്യാൻ ഓൾസോ ബി ട്രസ്റ്റഡ് വിത്ത് ബിഗ് തിങ്സ്. അപ്പോൾ നിങ്ങൾ ഈ ചെറുപ്രായത്തിൽ ദൈവത്തോട് വിശ്വസ്തയോടെ ജീവിക്കുമ്പോൾ അപ്പോൾ ദൈവം നിങ്ങളുടെ ഓരോ ടാലൻറ്റുകളും അല്ലെങ്കിൽ ഇനിയും വരുന്നതായ നിങ്ങളുടെ പ്രായത്തിൽ ദൈവം തരുന്ന നിങ്ങളുടെ ടാലൻറ്റ് ദൈവം നിങ്ങളെ ലിഫ്റ്റ് ചെയ്യാൻ ദൈവം നിങ്ങളെ യൂസ് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ദൈവത്തോട് വിശ്വസ്തതയും ദൈവത്തോടും ഹോണസ്റ്റിയും ചെയ്യുക. അപ്പോൾ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ പ്രോഗ്രാമിനോട് സൺഡേ സ്കൂളിൻ്റെ എല്ലാ ടീച്ചേഴ്സിൻ്റെയും പേരുള്ളതായ എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you, Mr. Renju Matthew. And now I call
The Gnanaya Congress Vice President Geeta Monson. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മളുടെ ഇടവക വികാരി എത്രയും ബഹുമാനപ്പെട്ട സിജോ അച്ഛൻ, ദുബായ് പള്ളി വികാരി സിജോ സക്കറിയ അച്ഛൻ, നമ്മുടെ ബഹുമാനപ്പെട്ട ട്രസ്റ്റി, സെക്രട്ടറി, അതുപോലെ മറ്റു സംഘടനകളുടെ ഭാരവാഹികൾ, പിന്നെ ഇവിടെ കൂടിയ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഓണം എന്ന് പറയുന്നത് നമ്മളുടെ മലയാളികളുടെ ചെറിയ ഒരു വലിയ അഹങ്കാരമാണ്. അതിനകത്ത് മതമില്ല, മറ്റുള്ള യാതൊരു ഡിസ്ക്രിമിനേഷനുമില്ല. എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. എന്നാൽ പ്രവാസികളായ നമ്മൾക്ക് അതിൻ്റെ പല ലിമിറ്റേഷൻസും ഉണ്ട്. നമ്മൾ നാട്ടിലാണെങ്കിൽ അതൊരു ഓണം സീസണാണ്. ആക്ച്വലി എല്ലാവർക്കും ഒരു എല്ലാ സ്കൂളിന് അവധിയുണ്ട്, അതുപോലെ കോളേജ്, ഓഫീസ് എല്ലാം അവധിയുണ്ട്. പിന്നെ നമ്മുടെ ഗവൺമെൻറ് തന്നെ ഓണ കിറ്റുകൾ കൊടുക്കും. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് അവധിയില്ല, നമുക്ക് പ്രത്യേക കിറ്റുകളോ ഒന്നുമില്ല, യാതൊന്നുമില്ല. അപ്പം പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഓണം ആഘോഷിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ആവേശമാണ്, അതുപോലെ നമ്മുടെ ഒരു ആവശ്യമാണ്. അപ്പം അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സെപ്റ്റംബർ 5-ാം തീയതി കഴിഞ്ഞ ഓണം ഒക്ടോബർ 26-ാം തീയതി നമ്മൾ കൊണ്ടാടുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കുട്ടികളും മുതിർന്നവരും എല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്കറിയാം പല ഗ്രൂപ്പുകളായിട്ട് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുകയാണ്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജിൽ കയറി എല്ലാവരുടെയും കയ്യടി നേടുക എന്നുള്ളതല്ല. ഞങ്ങൾ ഒരു ഗ്രൂപ്പുണ്ട്, ഞങ്ങളും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ഉദ്ദേശം ഒരു കയ്യടി നേടുക എന്നുള്ളതല്ല. ഞങ്ങളുടെ ഉദ്ദേശം ഞങ്ങളെല്ലാവരും കൂടെ, അല്ലെങ്കിൽ ഞങ്ങളുടെ മാത്രമല്ല, നമ്മളുടെ എല്ലാവരുടെയും ഉദ്ദേശം നമ്മളെല്ലാവരും ഒന്ന് ഒത്തുകൂടുന്നു. എല്ലാവരും ഒരു വീട്ടിലോ അല്ലെങ്കിൽ എവിടെയോ എല്ലാവരും കൂടി ഇന്ന് ഒത്തുകൂടുന്നു. 5 മിനിറ്റ് പ്രാക്ടീസ്, 15 മിനിറ്റ് വർത്താനം, കട്ടൻ കാപ്പി കൂടി, അല്ലെങ്കിൽ ഒരു പക്കാവട, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഭക്ഷണം. അതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു മെൻ്റൽ റിലാക്സേഷനാണത്. കാരണം ഈ നമ്മുടെ ഇവിടുത്തെ ഒരു ഭയങ്കര ബിസി ലൈഫാണ് നമ്മളെല്ലാവരും. നമ്മൾ രാവിലെ പോകുന്നു, തിരിച്ചു വരുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഹിന്ദിയിൽ പറയുവാണ്, എന്നോട് ചിലർ ചോദിക്കും, സിസ്റ്റർ എങ്ങനെ പോകുന്നു? ആത്താഹേ ജാത്താഹേ കാത്താഹേ സോത്താഹേ. വരുന്നു, പോകുന്നു, കഴിക്കുന്നു, ഉറങ്ങുന്നു. ഇതാണ് നമ്മുടെ ഒരു റൂട്ടീൻ. അതിൽ നിന്നൊക്കെ മാറി നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി അതൊരു ഭയങ്കര ഒരു റിലാക്സേഷനാണ് നമ്മളെ സംബന്ധിച്ച്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു കർത്തവ്യം എന്ന് പറയുന്നത് നമ്മുടെ ജ്ഞാനായ കോൺഗ്രസിൻ്റെ ഓൺ ബിഹാഫ് ഓഫ് ജ്ഞാനായ കോൺഗ്രസ് എല്ലാവർക്കും ഓണാശംസ തരിക എന്നുള്ളതാണ്. നമ്മുടെ ജ്ഞാനായ കോൺഗ്രസ് കഴിഞ്ഞ ഏകദേശം 1 വർഷമായിട്ട് നമ്മുടെ പള്ളിയിൽ പ്രവർത്തിച്ചു വരുന്നു. സത്യത്തിൽ അതിൻ്റെ ചുണക്കുട്ടികളാണ് കഴിഞ്ഞ 1 വർഷമായിട്ട് ജ്ഞാനായ കോൺഗ്രസ്സിൽ പ്രവർത്തിച്ചു വരുന്നു. കഴിഞ്ഞ വർഷം അവരൊരു ഫെബ്രുവരിയിൽ AKF എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടത്തുകയുണ്ടായി. അത് വളരെ ഭംഗിയായിട്ടും ഗംഭീരമായിട്ടും അവരത് നടത്തി. അതുപോലെ തന്നെ കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ ഒരു സ്പോർട്സ് ഫെസ്റ്റ് നടത്തുകയുണ്ടായി. അതിൽ എല്ലാവരും വളരെ സന്തോഷത്തോടും വളരെ ആവേശത്തോടും കൂടി പങ്കെടുത്തു. ക്രിക്കറ്റ് ആൾക്കാർ കുട്ടികൾ ഗ്രൗണ്ടിൽ നിന്ന് കളിച്ച് മാത്രം കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ TV-യിൽ മാത്രം കണ്ടിട്ടുള്ള എന്നെപ്പോലെ ഉള്ളവർക്ക് ക്രിക്കറ്റ് ബാറ്റ് എടുക്കാനും ക്രിക്കറ്റ് കളിക്കാനും ഒരു ടീം ആയിട്ട് ക്രിക്കറ്റ് കളിക്കാനും ഒക്കെയുള്ള ഒരു അവസരം കിട്ടി. അതൊരു ഭയങ്കര സന്തോഷവും ഒരു ഒരുമയുടെയും ഒരു ഇതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. പിന്നെ ഈ ജ്ഞാനായ കോൺഗ്രസിൻ്റെ ആൾക്കാർ അത് അറേഞ്ച് ചെയ്തു. അവർ മാത്രമല്ല, അതിന് കട്ട സപ്പോർട്ടായിട്ട് നമ്മുടെ അച്ഛനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റികൾ എല്ലാവരും നല്ല കട്ട സപ്പോർട്ടായിട്ടാണ് അതിന് നിൽക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരു ഭാരവാഹി ആണോ, അവർക്കൊരു ഭാരമാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ജ്ഞാനായ കോൺഗ്രസിൻ്റെ വകയായിട്ട് ഓൺ ബിഹാഫ് ഓഫ് ജ്ഞാനായ കോൺഗ്രസ് എല്ലാവർക്കും നല്ലൊരു ഓണം ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. ദൈവം മാത്രം മഹത്വപ്പെടുത്താൻ. താങ്ക് യു ഗീത മോൻസൺ. അടുത്തായി വനിതാ സമാജം ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ബിന്ദു സെനിലിനെ ഞാൻ വെൽക്കം ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എത്രയും സ്നേഹം നിറഞ്ഞ വൈദിക ശ്രേഷ്ഠരെ, ഇടവകയുടെ സെക്രട്ടറി, ട്രസ്റ്റി, വേദിയിൽ ഉപദേഷ്ടായിരിക്കുന്ന എല്ലാ ഭക്ത ഭാരവാഹികൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങളെ, ഓണം ഒരു ഉത്സവത്തിന് ഉപരിയായി സന്തോഷത്തിൻ്റെയും നന്മയുടെയും ഒരു മനോഭാവമാണ്. ലോകം എമ്പാടും നാനാജാതി മതസ്ഥരായ ആളുകൾ ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. കാണം വിറ്റ ഓണം ഉണ്ണണം എന്നാണ് നമ്മുടെ പഴമക്കാർ പറയുന്നത്, നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ?
ദൈവകൃപയാൽ ഈ വർഷവും ഇടവകയായി ഓണം ആഘോഷിക്കുവാൻ ഒത്തുകൂടിയിരിക്കുന്ന ഈ വേളയിൽ കള്ളവും ചതിയും ഇല്ലാത്ത ഒരു സമത്വസുന്ദരമായ കാലം പ്രതീക്ഷിച്ചുകൊണ്ട് അബുദാബി മാർ ഗ്രിഗോറിയോസ് ഇടവകയുടെ വനിതാ സമാജത്തിൻ്റെ പേരിലുള്ള ഓണാശംസകൾ അറിയിച്ചു കൊള്ളുന്നു. താങ്ക് യു ബിന്ദു സുനിൽ. ഇനി അടുത്തതായിട്ട് നമ്മൾ സുവിശേഷ സമാജം ട്രസ്റ്റിയായ ലിജു തോമസിനെ ക്ഷണിക്കുന്നു. എത്രയും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, നിങ്ങൾക്ക് എൻ്റെ വന്ദനം. ആദ്യം തന്നെ സമത്വത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നിറഞ്ഞ ഒരു ഓണ ആശംസകൾ നേരുന്നു. കേരളത്തിൻ്റെ ദേശീയോത്സവമാണല്ലോ ഓണം. അത് നാം എല്ലാവരും വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഒത്തുചേരലും സൗഹാർദ്ദവും ഒരു അവസരമാണ് ഓണം. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ആഘോഷമാണ് ഓണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ടും ഇന്നിവിടെ ഈ പരിപാടി വളരെ ഗംഭീരമായി നടത്തുന്ന ഇതിൻ്റെ സംഘാടകരോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ടും ഈ പരിപാടി വളരെ ഭംഗിയായി നടക്കുവാൻ ദൈവം തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ടും സുവിശേഷ സമാജത്തിൻ്റെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ലിജു തോമസ്. അടുത്തതായിട്ട് ഓണം കമ്മിറ്റിയുടെ ഹെഡായ എബ്രഹാം സിയോനെ സ്വാഗതം ചെയ്യുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വേദിയിലിരിക്കുന്ന വൈദിക ശ്രേഷ്ഠർ, ട്രസ്റ്റി സെക്രട്ടറി, മറ്റ് വിശിഷ്ടാതിഥികൾ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നമ്മളിന്ന് കൂടിയിരിക്കുന്ന ഓണം ആഘോഷിക്കാനാണ്. പക്ഷേ ഓണം കഴിഞ്ഞ് ക്രിസ്മസ് ആകുന്ന സമയത്താണ് നമ്മൾ ഓണം ആഘോഷിക്കാൻ പോകുന്നത്. പക്ഷേ അതിൻ്റേതായ ഒരു ആവേശവും കെടാതെ അതേ ആവേശത്തിലാണ് നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത്. ആ ആവേശം ഒട്ടും കുറയാതെ ഭംഗിയായി ഓണം ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് ഓണം കോർഡിനേഷൻ കമ്മിറ്റിയുടെ പേരിലുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ടെന്ന് നിർത്തുന്നു. നമസ്കാരം. Thank you, Mr. Abraham Sio. And now for the vote of thanks, I invite our trustee, Mathukuthi P. Thomas. മാവേലി നാടുവാണിടുങ്കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തൊന്നാർക്കും ഒട്ടില്ലതാനും. എത്രയും ബഹുമാനപ്പെട്ട നമ്മുടെ പള്ളിയുടെ വികാരി സിജോ എബ്രഹാം അച്ഛൻ, ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ക്ഷണപ്രകാരം ഇവിടെ എത്തിയിരിക്കുന്ന സിജോ സക്കറിയ മംഗലത്തച്ഛൻ, പള്ളിയുടെ സെക്രട്ടറി സുനിൽ മാത്യു, കമ്മിറ്റിക്ക് വേണ്ടി ചെമ്മാച്ചൻ, സൺഡേ സ്കൂളിന് വേണ്ടി രഞ്ജു മാത്യു, കാനായ കോൺഗ്രസിന് വേണ്ടി വൈസ് പ്രസിഡന്റ് ഗീത മോൻസൺ, വനിതാ സമാജത്തിന് ജോയിൻറ്റ് സെക്രട്ടറി ബിന്ദു സുനിൽ, സുവിശേഷ സമാജം ട്രസ്റ്റി ലിജു തോമസ്, ഓണം കോർ കമ്മിറ്റി മെമ്പറായിരിക്കുന്ന ജിജു ചേമ്പിലാട്ട്, എൻ്റെ അനുജൻ ബിജു തോമസ് കുര്യൻ, ഇവരെ എല്ലാവർക്കും ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുവാണ്. ഇന്ന് എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഓണത്തിന് ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഉള്ള ഒരു നന്ദി പറയുക എന്നുള്ളൊരു കർത്തവ്യമാണ് എന്നിലുള്ളത്. ഓണത്തെപ്പറ്റി പറയുകയാണെങ്കിൽ എരുവേലിക്കാർക്ക് ഓണത്തിന് വിശാലം പ്രത്യേകതയുണ്ട്. അവിടെ പൂരാടം എന്ന് പറയുന്ന ഒരു ചടങ്ങ് എരുവേലി പഞ്ചായത്തിൽ മാത്രം നടക്കുന്നതാണ്. ഓണത്തിൻ്റെ തലേ ദിവസം ഈ പൂരാടം, ഈ പൂരാടത്തിന് ഈ അങ്ങനെ നമ്മുടെ പറയുവാണെങ്കിൽ പൊതുവരെ അങ്ങനെ കുറച്ച് താണജാതിക്കാർ ഹിന്ദുക്കളുടെ വീട്ടിൽ മാത്രമേ അവർ വരത്തുള്ളൂ. വന്ന് അവർ അരിയും പിന്നെ മറ്റ് പച്ചക്കറിയും എല്ലാം മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു ശീലമുണ്ട്. അത് എരുവേലിയുടെ ഒരു പ്രത്യേകതയാണ്. മാവേലി അവിടെ പണ്ട് വന്നപ്പോൾ ഒരു തെങ്ങ് തന്നെ ചാഞ്ഞു വരികയും ആ തെങ്ങിൻ്റെ ചാഞ്ഞു വന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പൂരാടം കൊണ്ടാടുന്നെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ സമയം കടന്നുപോയി, അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇന്ന് നമ്മുടെ ക്ഷണം ഇവിടെ സ്വീകരിച്ച് എത്തിയിരിക്കുന്ന നമ്മുടെ സിജോ സക്കറിയ മംഗലത്തച്ഛനോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. നമ്മുടെ വികാരി സിജോ എബ്രഹാം വട്ടോത്തറ അച്ഛനോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു.
നമ്മുടെ സെക്രട്ടറി സുനിൽ മാത്യുവിനോടുള്ള നന്ദി, ചെമ്മാച്ചൻ CB തോമസിനോടുള്ള നന്ദി, അസോസിയേഷൻ മെമ്പർ കുര്യൻ തോമസ്, സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ രഞ്ജു മാത്യു, കാനായ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഗീത മോൻസൺ, വനിതാ സമാജം ജോയിൻറ്റ് സെക്രട്ടറി സുനിൽ ബിന്ദു, സുശേഷ സമാജം ട്രസ്റ്റി ലിജു തോമസ്, ഓണത്തിൻ്റെ കോർഡിനേറ്റർ കമ്മിറ്റി അംഗമായിരിക്കുന്ന എബ്രഹാം CO ചക്കാൽത്ര, ഇവിടെ കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് ഈ പ്രോഗ്രാം സ്പോൺസർഷിപ്പ് തന്നിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ സദ്യ നമുക്കിവിടെ ഒരുക്കുന്ന ഇടുക്കി ഗോൾഡ്, അതുപോലെ അല്ലമീൻ പ്രിൻറ്റിംഗ് പ്രസ്, ബ്ലാക്ക് ഫ്ലോർ, പിന്നെ ഹീര പ്രിൻറ്റിംഗ് പ്രസ്, റൈറ്റ് വേ സുനിലിൻ്റെ റൈറ്റ് വേ, ഇവർക്ക് എല്ലാവർക്കും ഉള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Thank you, Mr. Madhukudi B. Thomas. Now, as we have finished the public meeting, ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ, അവിരാമം ഞങ്ങൾ പാടാം ആരാധന ആരാധന ഈശോയെ നിൻ ദിവ്യരൂപം, ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം. ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും, ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും. അതിമോദം ഞങ്ങൾ പാടാം ആരാധന 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 ആരാധന
പാടുന്നു നാഥ. അതിമോദം ഞങ്ങൾ പാടാ. ആരാധന ആരാധന അനശ്വരനായ തമ്പുരാനെ അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ. അവിരാമം ഞങ്ങൾ പാടാ. ആരാധന 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 ആരാധന. Now we'll be starting our cultural programs with a wonderful devotional song from Kenneth Raju Kavur. देवपुत्रो अंगे क्या आराधना, येशुनाथ अंगे क्या आराधना. देवपुत्र अंगे क्या आराधना, येशुनाथ अंगे क्या आराधना. तीरो സന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയ നാം അങ്ങേക്ക് ആരാധന. തിരു സന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയ നാം അങ്ങേക്ക് ആരാധന. ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ. സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. എൻ്റെ വിടുതലവൻ, എൻ്റെ സൗഖ്യമവൻ, എൻ്റെ മോചിതദ്രവ്യം അവൻ ആരാധന. എൻ്റെ വിടുതലവൻ, എൻ്റെ സൗഖ്യമവൻ, എൻ്റെ മോചിതദ്രവ്യം അവൻ ആരാധന. ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ. മാലാഖ
Thank you, Kenneth, for that wonderful song. അടുത്തതായിട്ട് we have a group cinematic dance by Isabel Arun Jacob, Eva Sibi, Leon Roshan and Rian Panti. चालला जा तू जर ऑलरेडी उशिरा आला यू डोंट इवन लव मी कसले रे कमी सांगू का मम्मीला तू बनतो शाणा माझी सासू तुझी मदर ए माझी होणारी हमसफर आय लाईक युअर ब्युटी आय लाईक युअर फॅशन तुझ्यावर थांबून माझी नजर एक नंबर तुझी कंबर हाय चाल शेकी शेकी हाय किती सुंदर तुझं डिंपल जे पाहिजे ते घे एक नंबर तुझी कंबर हाय चाल शेकी शेकी हाय किती सुंदर तुझं डिंपल जे पाहिजे ते घे A big thank you to our team of kids for that wonderful performance.